നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ചൊവ്വൂരിൽ നിയന്ത്രണം വിട്ട ആംബുലൻസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. തെക്കേത്തുറവിൽ താമസിക്കുന്ന അന്തിക്കാട് വീട്ടിൽ 51 വയസ്സുള്ള മുരളിയാണ് മരിച്ചത്. പാഴായിൽ വൈദ്യുത കമ്പിക്ക് കീഴിലാണെന്ന പേരിൽ വാഴത്തണ്ടുകൾ വെട്ടിമാറ്റി KSEB. പരാതിയുമായി കർഷകൻ. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പുതുക്കാട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. ആളൂർ പറമ്പി റോഡ് ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുന്നു. അപകട മുന്നറിയിപ്പ് നൽകുന്ന സൂചനാ ബോർഡുകളോ സിഗ്നൽ സംവിധാനങ്ങളോ ഇല്ലാത്തതാണ് ഈ ജംഗ്ഷനെ അപകട കവലയാക്കി മാറ്റുന്നത്. വാർത്തകൾ വിശദമായി. ചെവ്വൂരിൽ നിയന്ത്രണം വിട്ട ആംബുലൻസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പുതുക്കാട് തെക്കേത്തുറവിൽ താമസിക്കുന്ന താന്യം അന്തിക്കാട് വീട്ടിൽ 51 വയസ്സുള്ള മുരളിയാണ് മരിച്ചത്. ബുധനാഴ്ച പുലർച്ചെയോടെയായിരുന്നു മരണം. പാമ്പാൻ തോടിന് സമീപം ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. എതിരെ വന്ന ബസ്സിൽ തട്ടാതിരിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആംബുലൻസ് മറിഞ്ഞത്. തൃപ്രയാർ ഭാഗത്തു നിന്ന് വന്നിരുന്ന ആംബുലൻസ് തകരാറിലായതിനെ തുടർന്ന് ചേർപ്പിൽ നിന്നെത്തിയ ആംബുലൻസിൽ രോഗികളെ കൊണ്ടുപോകുമ്പോഴായിരുന്നു അപകടം. മുരളിയടക്കം 7 പേർക്കാണ് പരിക്കേറ്റത്. കൊടകര ശാന്തി ഹോസ്പിറ്റലിലെ നഴ്സ് ദേവികയാണ് മുരളിയുടെ ഭാര്യ. മകൾ ശ്രീകുട്ടി +2 വിദ്യാർത്ഥിനിയാണ്. പുതുക്കാട് പാഴായിൽ വൈദ്യുത കമ്പിക്ക് കീഴിലാണെന്ന പേരിൽ വാഴത്തണ്ടുകൾ വെട്ടിമാറ്റി KSEB. വിളവെടുപ്പിന് പാകമായ 8 വാഴകളുടെ തണ്ടുകളാണ് മുന്നറിയിപ്പില്ലാതെ KSEB ജീവനക്കാർ വെട്ടി നശിപ്പിച്ചത്. പാഴായി പടിഞ്ഞാട്ടുമുറിയിലെ കർഷകൻ കോപ്പാട്ടിൽ മനോജിന്റെ കൃഷിയിടത്തിലെ വാഴകളുടെ തണ്ടുകളാണ് KSEB വെട്ടിക്കളഞ്ഞത്. 4 ഏക്കറിൽ വാഴ കൃഷി ചെയ്യുന്നയാളാണ് മനോജ്. വാഴയില ലൈനിൽ മുട്ടിയെന്ന പേരിലായിരുന്നു അധികൃതരുടെ നടപടി. തിങ്കളാഴ്ചയായിരുന്നു സംഭവം ഉണ്ടായത്. വൈകിട്ട് പാടത്തെത്തിയപ്പോഴാണ് മനോജ് വിവരം അറിഞ്ഞത്. വാർത്തയായതിനു പിന്നാലെ കൃഷിമന്ത്രി കർഷകനെ വിളിച്ചിരുന്നു. സംഭവത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും മുന്നറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ലെന്നും മനോജ് വ്യക്തമാക്കി. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്കാണ് അവർ ഇവിടെ വന്നിട്ട് ഇത് വെട്ടിയിരിക്കുന്നത്. ഞാനിത് കാണുന്നത് മിനിഞ്ഞാന്ന് വൈകിട്ടാണ്. ഇതിനെ വിളിച്ച് ചോദിച്ചു എന്താ സംഭവം ഉണ്ടായി. അപ്പോൾ അവർ ലൈൻ ക്ലിയറിങ്ങിന്റെ ഭാഗമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അവരെന്നെ ചെയ്തതെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ മേഡം കാര്യമായിട്ട് വെട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അപ്പം അത് നമുക്ക് പിന്നെ അവർക്കും ഒന്നും ചെയ്യാനില്ലല്ലോ, നമുക്കും പിന്നെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യില്ല, വെട്ടിപ്പോയില്ലേ. ഇതിപ്പോൾ 4-5 എണ്ണമൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ വെട്ടിക്കളഞ്ഞു. പിന്നെ ബാക്കി കുറേ എണ്ണം സൈഡ് വെട്ടിയതൊന്നും അത്രയും കൂടെ ഒരു ബുദ്ധിമുട്ട് തരില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ആ കായ മൂത്ത് കിട്ടില്ല. നമുക്ക് കൊലച്ചത് കൊണ്ടാണ് ബുദ്ധിമുട്ട്. കൊലച്ചില്ലെങ്കിൽ ഇനിയും പട്ട വന്നത് ശരിയായി പോകുമായിരുന്നു. കൊലച്ചു കഴിഞ്ഞാൽ പിന്നെ പട്ട വരില്ലല്ലോ. ഇത് ശരിക്ക് മെയ് പകുതിക്കൊക്കെ ശേഷം വെട്ടി തീരേണ്ട ഒരു തോട്ടമായിരുന്നു. കൃഷിയിടത്തിലെ അപകടാവസ്ഥ ഒഴിവാക്കാനാണ് ശ്രമിച്ചതെന്നാണ് KSEB അധികൃതരുടെ പ്രതികരണം. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പുതുക്കാട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. പുതുക്കാട് സെന്ററിൽ റോഡ് ഷോയും നടന്നു. ആറാട്ടുപുഴയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. നെല്ലായി, പറപ്പൂക്കര, മതിക്കുന്ന്, വരന്തരപ്പള്ളി, നന്ദിപുലം, വെള്ളിക്കുളങ്ങര, മറ്റത്തൂർ എന്നിവിടങ്ങളിലെ ജനങ്ങളെ കണ്ട് VS സുനിൽകുമാർ വോട്ടഭ്യർത്ഥിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസും സന്ദർശിച്ചു. VS പ്രിൻസ്, EK അനൂപ്, കാർത്തിക ജയൻ, PK ശേഖരൻ, TR ലാലു, R ഉണ്ണികൃഷ്ണൻ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ആളൂർ പഞ്ചായത്തിലെ പറമ്പി റോഡ് ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുന്നു. അപകട മുന്നറിയിപ്പ് നൽകുന്ന സൂചനാ ബോർഡുകളോ സിഗ്നൽ സംവിധാനങ്ങളോ ഇല്ലാത്തതാണ് ഈ ജംഗ്ഷനെ അപകട കവലയാക്കി മാറ്റുന്നത്. കൊടകര കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലാണ് പറമ്പി റോഡ് ജംഗ്ഷൻ ഉള്ളത്. അങ്കമാലി മണ്ണൂത്തി ദേശീയ പാതയെയും 3 പീടിക പോട്ട സംസ്ഥാന പാതയെയും ബന്ധിപ്പിക്കുന്ന പോട്ട ആശ്രമം കവലപുല്ലൂർ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ചാലക്കുടി എഴുന്നള്ളത്ത് പാത കുറുകെ കടന്നു പോകുന്നതിനാലാണ് പറമ്പി റോഡ് ജംഗ്ഷൻ നാൽക്കവലയായത്. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ നാൽക്കവലയിൽ അപകടങ്ങൾ നിത്യസംഭവമാണ്. അടുത്ത കാലത്തായി 17ഓളം അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളതായി പറമ്പി റോഡ് ജംഗ്ഷനിൽ ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആൻഡു പറയുന്നു. പറമ്പി റോഡ് ജംഗ്ഷനിലാണ് ഇവിടെ ഡെയിലി ആക്സിഡന്റ് നടക്കുന്ന സ്ഥലം.
ഞങ്ങൾ തന്നെ ഇപ്പോൾ ഞാൻ തന്നെ ഒരു 18-19 കേസിൽ ഇവിടെ സാക്ഷിയായിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ 2 സൈഡിൽ 4 സൈഡിൽ നിന്നും 4 റോഡ് കണക്റ്റഡ് ആയിട്ടുള്ള റോഡാണ്. 2 സൈഡിൽ നിന്നും മെയിൻ ഹൈവേയിൽ പറഞ്ഞ വണ്ടികൾ നല്ല സ്പീഡായിരിക്കും. 2 ഇട റോഡുകളിൽ നിന്ന് കയറുന്നതും അത്യാവശ്യം സ്പീഡിൽ പറഞ്ഞ വണ്ടികളാണ്. അവർ വന്നാണ് കടന്നു പോകും. ആ സമയങ്ങളിൽ നിത്യേന എന്നോളം അപകടങ്ങൾ നടക്കുമ്പോഴും പറമ്പി റോഡ് ജംഗ്ഷനിൽ സിഗ്നൽ സംവിധാനം സ്ഥാപിക്കാനോ മറ്റു മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനോ അധികാരികൾ തയ്യാറായിട്ടില്ല. നവകേരള സദസ്സിൽ ഉൾപ്പെടെ ഈ ആവശ്യം ഉന്നയിച്ച് നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടും അനുകൂല നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. കൊടകര കൊടുങ്ങല്ലൂർ പാതയിലൂടെ വേഗതയിൽ വരുന്ന വാഹനങ്ങൾക്ക് പറമ്പി റോഡ് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടുമുള്ള റോഡുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ പെട്ടെന്ന് കാണാനാവാത്തതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. നാൽക്കവലയാണെന്ന് സൂചിപ്പിക്കുന്ന തീരെ ചെറിയൊരു ബോർഡ് മാത്രമാണ് ഇവിടെയുള്ളത്. കുറഞ്ഞപക്ഷം ബ്ലിങ്കിംഗ് സംവിധാനത്തോടുകൂടിയ സിഗ്നൽ ലൈറ്റുകളെങ്കിലും ഇവിടെ സ്ഥാപിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഓർമ്മ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ ദിവ്യബലിക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അങ്ങാടി ചുറ്റി പ്രദക്ഷിണവും നേർച്ച സദ്യയും ഉണ്ടായിരുന്നു. നേർച്ച സദ്യ തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ അലക്സ് കല്ലേലി വെഞ്ചിരിപ്പ് കർമ്മം നടത്തി. കൈക്കാരന്മാരായ ആൻഡു കരിയാട്ടി, ജോസ് വെട്ടുമനക്കൽ, ഷിജു പഴയടത്ത് പറമ്പിൽ, ലിജോ ചാതേലി, കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോയ് കൊയിലാടൻ, PRO ബിജു ചുള്ളി എന്നിവർ നേതൃത്വം നൽകി. നല്ല ആരോഗ്യം നല്ല സമൂഹത്തിന് എന്ന ആശയത്തോടെ അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജ് PTA ആഭിമുഖ്യത്തിൽ 1ാം വർഷ വിദ്യാർത്ഥികൾക്കായി ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹെൽത്ത് ക്യാമ്പിന്റെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ NJ സാബു നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഷിൻഡോ മാത്യു, സെക്രട്ടറി മിബി തോമസ്, ട്രഷറർ ബിനോജ് ജോസ്, വിവിധ വകുപ്പുകളിലെ മേധാവികൾ, മറ്റു PTA ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ 8 ഡോക്ടർമാരും 2 നേത്രരോഗ വിദഗ്ധരും ഉൾപ്പെടുത്തിയാണ് ക്യാമ്പ് നടന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹെൽത്ത് കാർഡും വിതരണം ചെയ്തു. മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനാഘോഷത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച വിവിധ വിഷയങ്ങളിൽ സെമിനാർ സംഘടിപ്പിക്കും. രാവിലെ 11 മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെ വേലുപ്പാടം റിബി ജൂബിലി ഹാളിലാണ് പരിപാടി നടക്കുന്നത്. പാലപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KP പ്രേം ഷമീർ അധ്യക്ഷത വഹിക്കും. കൊടും ചൂടിൽ വിയർത്ത് വലയുന്ന കേരളത്തിന് ഒടുവിൽ വേനൽ മഴയുടെ ആശ്വാസം എത്തുന്നു. അടുത്ത ദിവസങ്ങളിലെ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം നോക്കിയാൽ വേനൽ മഴ എത്തുന്നുവെന്നാണ് വ്യക്തമാകുന്നത്. വ്യാഴാഴ്ച 10 ജില്ലകളിലും വെള്ളിയാഴ്ച 12 ജില്ലകളിലുമാണ് കേരളത്തിൽ മഴ സാധ്യതയുള്ളത്. തൃശൂർ, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ സാധ്യത. വെള്ളിയാഴ്ച ഈ ജില്ലകൾക്കൊപ്പം കോട്ടയത്തും ആലപ്പുഴയിലും മഴ സാധ്യതയുണ്ട്. കരൾ രോഗബാധിതനായ ഗൃഹനാഥനെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ കരുണയുടെ കൈത്താങ്ങുമായി തൃക്കൂർ പൊന്നൂക്കര റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ. തൃക്കൂർ പഞ്ചായത്തിലെ 3ാം വാർഡിൽ താമസിക്കുന്ന തണ്ടാശ്ശേരി ശിവന്റെ മകൻ 43 വയസ്സുള്ള TS അഭിഷേകിന് ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കാനാണ് സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസത്തെ വരുമാനം നൽകുന്നത്. കരൾ രോഗം ബാധിച്ച് എറണാകുളം ഏസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൻ്റെ കീഴിൽ ചികിത്സയിലാണ്. എത്രയും പെട്ടെന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ഇതിനായി ഏകദേശം 60 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഭാര്യയും 3 കുട്ടികളും അടങ്ങുന്നതാണ് അഭിഷേകിൻ്റെ കുടുംബം. കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ് അഭിഷേക്. ഇദ്ദേഹത്തിൻ്റെ ചികിത്സ നടത്താനുള്ള ചെലവ് കുടുംബത്തിന് താങ്ങാൻ കഴിയാവുന്നതല്ല. ഇതോടെയാണ് കുടുംബത്തെ സഹായിക്കാൻ തൃക്കൂർ, പൊന്നൂക്കര, മരത്താക്കര റൂട്ടിലോടുന്ന 11 സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തിയത്. തൃക്കൂരിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് കാരുണ്യയാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം RTO എൻഫോഴ്സ്മെൻറ്റ് അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ GO J വാഴപ്പള്ളി, VB സജീവ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം കപിൽ രാജ്, ബസ് ഓണേഴ്സ് യൂണിയനിലെ ബിജു പടിക്കലാൻ, സൂരജ് എന്നിവർ സന്നിഹിതരായിരുന്നു. ബസ്സുകളുടെ ബുധനാഴ്ച ദിവസത്തെ കളക്ഷൻ തുക മുഴുവൻ കുടുംബത്തിന് കൈമാറും. അഭിഷേകിൻ്റെ ജീവൻ നിലനിർത്താൻ സുമനസ്സുകളുടെ സഹായം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പൊന്നൂക്കര ബ്രാഞ്ചിൽ ജിസ അഭിഷേകിൻ്റെ പേരിൽ രൂപീകരിച്ച അക്കൗണ്ട് നമ്പർ 85091011000873, IFSC കോഡ്
BKID 00085009 എന്ന അക്കൗണ്ടിലോ 7994840376 എന്ന ഗൂഗിൾ പേ നമ്പറിലോ കഴിയുന്ന സഹായങ്ങൾ നൽകുക. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. അയലൂർ അപ്ലൈഡ് സയൻസ് കോളേജിൽ ജനറൽ പേപ്പർ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, ഇലക്ട്രോണിക്സ്, മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിൽ UGC നെറ്റ് പരിശീലന ക്ലാസുകൾ നടത്തുന്നു. PG കഴിഞ്ഞവർക്കും ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം. ജൂണിലെ പരീക്ഷ കണക്കാക്കിയാണ് ക്ലാസുകൾ. ഓൺലൈൻ, ഓഫ്ലൈൻ ക്ലാസുകൾ ഉണ്ടായിരിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9495069307. അടുത്ത നമ്പർ 8547005029. ലാൻഡ് ലൈൻ 0492324176. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6080 രൂപ, പവന് 48,640 രൂപ. പറപ്പൂക്കര മുണ്ടക്കൽ രവിയുടെയും ലളിതയുടെയും മകൻ ജയേഷ് അന്തരിച്ചു. 40 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ചൊവ്വൂരിൽ നിയന്ത്രണം വിട്ട ആംബുലൻസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. തെക്കേത്തുറവിൽ താമസിക്കുന്ന അന്തിക്കാട് വീട്ടിൽ 51 വയസ്സുള്ള മുരളിയാണ് മരിച്ചത്. പാഴായിൽ വൈദ്യുത കമ്പിക്ക് കീഴിലാണെന്ന പേരിൽ വാഴത്തണ്ടുകൾ വെട്ടിമാറ്റി KSEB. പരാതിയുമായി കർഷകൻ. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പുതുക്കാട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. ആളൂർ പറമ്പി റോഡ് ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുന്നു. അപകട മുന്നറിയിപ്പ് നൽകുന്ന സൂചനാ ബോർഡുകളോ സിഗ്നൽ സംവിധാനങ്ങളോ ഇല്ലാത്തതാണ് ഈ ജംഗ്ഷനെ അപകട കവലയാക്കി മാറ്റുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.